തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. എല്ലാം ഒന്ന് ശാന്തമായിട്ട് സാവധാനം മോളെ പോയി കാണാൻ സുരേന്ദ്ര. അങ്ങനെ കരുതിയാ ഞാൻ സമാധാനിക്കുന്ന. എന്തായാലും ഞാൻ ആ കിഷ്ടനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. എന്റെ ഫോൺ ഇവിടെ കുമാരേട്ടാ. ദാ ഇവിടെ ഉണ്ട്. ഞാൻ അവന്റെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. കിട്ടി. ദേവി ചേച്ചി, ദേവി ചേച്ചിയുടെ അച്ഛനാ വിളിക്കുന്നേ. ചേച്ചി ഇവിടെ ഔട്ട് ഹൗസിലാ താമസിക്കുന്നേന്നുള്ള കാര്യം അങ്കിളിനോട് പറയണ്ടെന്നാണോ? ഇല്ല ചേച്ചി, ഞാൻ പറയില്ല. ഹലോ അങ്കിളെ. കിഷ, നിങ്ങളങ്ങ് എത്തിയായിരുന്നോ? അതെ അങ്കിളെ, ഞങ്ങളിപ്പോ ദേവി ചേച്ചിയുടെ വീട്ടിലാ. അവിടെ അവൾ സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലേ? അതെ അങ്കിളെ, ദേവി ചേച്ചി ഭയങ്കര ഹാപ്പിയാ. എന്തു വലിയ വീടാന്നറിയോ സന്ദീപേട്ടന്റെ? വീടല്ല, ശരിക്കും കൊട്ടാരമാ. ഞാനിത് കണ്ട് അന്തം വിട്ട് നിൽക്കുക. സന്ദീപിന്റെ അമ്മയൊക്കെ ദേവൂട്ടിയോട് ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല അങ്കിളെ. എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക. എന്റെ ദേവി, ഇപ്പോഴാ എനിക്ക് സമാധാനായത്. മോനെ, എനിക്ക് അവളുടെ ശബ്ദം ഒന്ന് കേട്ടോളാൻ വയ്യ. മോൻ ഫോണൊന്ന് കൊടുക്കോ ദേവൂട്ടിക്ക്? അതിനെന്താ ചേച്ചി എന്റെ അടുത്ത് തന്നെ ഉണ്ട്. ചേച്ചി, ദേ അങ്കിളിന് ചേച്ചിയുടെ ശബ്ദം കേൾക്കണമെന്ന്. മോളെ ദേവൂട്ടി, എന്റെ മോളെ, എത്ര ദിവസമായി മോളുടെ ശബ്ദം ഒന്ന് കേട്ടിട്ട്. മോളെ കാണാൻ അച്ഛന് കൊതിയാവുക. ദേവി ചേച്ചിക്കും അങ്കിളിനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടെന്നാ പറയുന്നേ. മോളെ, മോളവിടെ സുഖമായിട്ടിരിക്കുകയല്ലേ? സന്ദീപ് നിന്നെ പൊന്നുപോലെ നോക്കുമെന്ന് എനിക്കറിയാം. എന്തായാലും ഒരുപാട് പരീക്ഷിച്ചെങ്കിലും നിന്നെ അവസാനം ദേവി ഉപേക്ഷിച്ചില്ലല്ലോ. പറ്റിയ ആളുടെ കയ്യിൽ തന്നെ നിന്നെ ഏൽപ്പിച്ചല്ലോ. ആ ഒരു സമാധാനമേ ഉള്ളൂ. നിനക്കവിടെ സുഖാണെന്ന് അറിഞ്ഞപ്പോ അച്ഛൻ ഒരുപാട് സന്തോഷായി. അതെ, അവിടെ എല്ലാവർക്കും സുഖമാണോന്നാ ദേവി ചേച്ചി ചോദിക്കുന്നേ. ഇവിടത്തെ കാര്യം ഓർത്ത് മോള് വിഷമിക്കണ്ട. അതെങ്ങനെങ്കിലും അച്ഛൻ തരണം ചെയ്യും. എന്റെ മോള് സന്തോഷത്തോടെ ഇരുന്നാ മതി. ഇവിടത്തെ പ്രശ്നങ്ങളെല്ലാം ഒന്ന് ഒതുങ്ങുമ്പോ ഞങ്ങളെല്ലാരും കൂടി ഒരു ദിവസം അങ്ങോട്ട് വരുന്നുണ്ട്. ഞങ്ങൾക്ക് മോളെയും മോളുടെ വീട്ടുകാരെയൊക്കെ കാണാൻ കൊതിയായി. മോളെ, അച്ഛൻ പിന്നെ വിളിക്കാം. കടയിൽ ആള് വരുന്നുണ്ട്. അച്ഛന്റെ ശബ്ദം കേട്ടപ്പോ ദേവി ചേച്ചിക്ക് സന്തോഷവും സങ്കടവും ഒക്കെ വരുന്നുണ്ടല്ലേ? സാരയില്ല, ഞാൻ പോകുന്നതിന് മുമ്പ് അങ്കിളിനെ ഒന്നുകൂടി വിളിച്ചു തരാം. നമുക്കന്ന് സന്ദീപിന്റെ വീട് കണ്ടിട്ട് വരാം. ശരിയാ, ഞങ്ങള് പോയിട്ട് വരാം ചേച്ചി. ഇവര് വന്നത് ശ്രീകല എങ്ങാനും കണ്ട കുഴപ്പമാവുമല്ലോ. ദേവൂട്ടിയോടെയുള്ള ദേഷ്യവും വാശിയും ഒക്കെ ഇവരോട് അവള് തീർക്കുമല്ലോ.
സത്യം എന്താണെന്ന് ഇവരോട് തുറന്നു പറയാനും പാടില്ലല്ലോ ദേവി. എന്താ മുത്തശ്ശി, ഞങ്ങളെ ഇങ്ങോട്ട് പ്രതീക്ഷിച്ചില്ലല്ലേ? ഇവിടെ വരെ വന്നിട്ട് സന്ദീപേട്ടന്റെ വീടൊന്ന് കാണാതെ പോകുന്നത് മോശമല്ലേ? ഞങ്ങള് മംഗലാപുരത്തുനിന്ന് കൊണ്ടുവന്ന കുറച്ച് പലഹാരങ്ങളാ. ഇവിടെയുള്ളവർക്ക് ഇതൊന്നും കഴിച്ച് ശീലമില്ലല്ലോ. എല്ലാവർക്കും ഉണ്ട്. സന്ദീപേട്ടനില്ലേ മുത്തശ്ശി? ഇല്ല, അവന് ഓഫീസിൽ ഒരു കാര്യത്തിന് വേണ്ടി പോയതാ. അടിപൊളി സെറ്റപ്പാണല്ലോ. നല്ല വീട് അല്ലേ അംബികമ്മേ? ആ ആ